പലരും മാറിയുടെ വലിപ്പം കൂട്ടാനും കുറക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നില്ലേ? അതിനെന്തൊക്കെയാ വഴികളുള്ളത്? ഇപ്പൊ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്, പലരുടെയും ഒരു ഇൻസെക്യൂരിറ്റി ആണ്, മതിയായ വലിപ്പമില്ല, ഇല്ലെങ്കിൽ വലിപ്പം കൂടുതലാണെന്നുള്ളത് പലരുടെയും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ചില ക്രീമുകൾ, ഓയിലുകൾ, ഇല്ലെങ്കിൽ ചില എക്സസൈസ് ചെയ്ത് മാറും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം വസ്തുത എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. അത് ഉപകാരപ്പെടുന്ന അറിവ് തന്നെയായിരിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് പണത്തിന്റെ സൈക്കോളജി അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ കൂടി വിജയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ പുസ്തകം. നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വായിച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കേട്ട് ആസ്വദിക്കാൻ കുക്ക് ഓഫ് അവസരം ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപാടധികം യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ, നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ, എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ വരുന്ന പുസ്തകങ്ങൾ, ഫിക്ഷണൽ സ്റ്റോറീസ് എല്ലാം കുക്ക് ഓഫ് അവൈലബിൾ ആണ്. നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ ലഭ്യമാണെന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ 7 days ഫ്രീ ട്രയലും ഉണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഈ അവസരം മുതലാക്കുക. കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാറിടത്തിന്റെ വലിപ്പം നിശ്ചയിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്നറിയോ? അത് ജെനറ്റിക്സ് ആണ്. ആ ഒരു ജെനറ്റിക്സിന്റെ ബേസിസിലാണ് ഓരോ ആളുടെ ശരീരത്തിന്റെ ആ ഒരു ഷേപ്പ്, കളർ, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുപോലെ മാറിടത്തിന്റെ വലിപ്പത്തിൽ ഏറ്റവും മെയിൻ ആയിട്ട് പങ്കുവയ്ക്കുന്നത് ജെനറ്റിക്സ് തന്നെയാണ്. പിന്നെ ഹോർമോണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏജ് എന്നുള്ള ഘടകമുണ്ട്, നമ്മൾ ഓവറോൾ ബോഡി ഫാറ്റ് എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഓവറോൾ ബോഡി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാര്യമായുള്ള ഒരു പൊണ്ണത്തടിയൊക്കെ ഉള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ അവരുടെ മാറിടത്തിലും അവിടെയും ഫാറ്റ് ഡെപ്പോസിറ്റ് നടന്നിട്ട് അത്യാവശ്യം വലിപ്പം കാര്യമായിട്ടുണ്ടാവും. ഏജ് കൂടി വരുന്നതിനനുസരിച്ച് കൂടുതൽ തൂങ്ങി വരുന്ന രീതിയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഓരോ ടൈമിലും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മെയിൻ ഘടകങ്ങൾ എന്നുള്ളത്. ഈ വലിപ്പ വർധനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു മെയിൻ മിത്ത് കൂടിയുണ്ട്. സെക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ണർ ടച്ച് ചെയ്യുമ്പോൾ മാറയുടെ വലിപ്പം കാര്യമായിട്ട് കൂടുക എന്നുള്ളത്. ആക്ച്വലി അതൊരു കംപ്ലീറ്റ് മിത്ത് മാത്രമാണ്. അതിന് സയന്റിഫിക്കൽ ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ ഇല്ല. സെക്സ് ചെയ്യുന്നതിനെ കൊണ്ട്, ഇല്ലെങ്കിൽ അവിടെ മാറിടത്തിൽ പാർട്ണർ സ്പർശിച്ചതിനെ കൊണ്ട് കാര്യമായിട്ട് വലിപ്പം വർദ്ധിക്കും എന്നുള്ള സയന്റിഫിക്കൽ എവിഡൻസോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതൊരു മിത്ത് മാത്രമാണെന്നുള്ളതാണ്. ഇനി ഈ വലിപ്പ വ്യത്യാസം വരുത്താൻ വേണ്ടി എന്തൊക്കെയാണ് വഴികൾ? ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീം, ഓയിൽ, ഇതൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലും പറയുകയാണെന്നുണ്ടെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെഡിസിൻസും, ഒരു ടാബ്ലറ്റും, ഒരു ഓയിലും, ഒരു ക്രീമും മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അത് അപ്ലൈ ചെയ്തതിനെ കൊണ്ട്, അത് വാങ്ങിച്ചതിനെ കൊണ്ട് നമ്മളെ പൈസ പോകുന്നതായിരിക്കും മിച്ചം ഉണ്ടാവുക. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ്. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇനി പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കാര്യമായുള്ള ഒരു ഫാറ്റ് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കേസാണെന്ന് വിചാരിക്കാം. മൊത്തം ഓവറോൾ തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളുടെ കേസിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡി നല്ല ഫിറ്റായിട്ട് ഷേപ്പോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു മാറിടത്തിലെ ഫാറ്റും കുറച്ചൊക്കെ ബേൺ ചെയ്തിട്ട് കുറച്ചുകൂടി ഫിറ്റായ രീതിയിൽ നിൽക്കാൻ പറ്റും. അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ക്രീമോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തതിനെ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി പിന്നെ ചില ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി കാര്യമായിട്ട് വലിപ്പം വർദ്ധിപ്പിച്ചേ തീരുള്ളൂ, അല്ലെങ്കിൽ കുറച്ചേ തീരുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് സർജിക്കൽ ഓപ്ഷൻസുകൾ വരെ തേടാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസുകൾ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി യുണീക്കാണ്, അതിന് അതിൻ്റെതായ ബ്യൂട്ടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അനാവശ്യമായിട്ട് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതാണ് നോർമൽ, അതുപോലെ ആവണം എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ നോർമലാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് അനാവശ്യ തോട്ട്സുകളിലോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് മണ്ടന്മാരാവേണ്ട കാര്യമില്ല. ഇനി അവിടെ സ്കിൻ മോയ്സ്ചറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ചിലപ്പോൾ സ്കിന്നിലൊക്കെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.